കഴിഞ്ഞ ദിവസമാണ് ആം ആദ്മി പാർട്ടിയുടെ 3 രാജ്യസഭാ എംപിമാർ വാർത്താ സമ്മേളനം നടത്തി തങ്ങൾ ആം ആദ്മി പാർട്ടി വിടുകയാണെന്നും BJP-യിലേക്ക് ചേരുകയാണ് എന്നും അറിയിച്ചത്. തങ്ങൾക്ക് പാർട്ടിയിലെ ആകെ രാജ്യസഭാ എംപിമാരിൽ 2 പേരുടെയും പിന്തുണയുണ്ടെന്നും താമസിയാതെ തന്നെ മറ്റ് 4 എംപിമാർ കൂടി തങ്ങളോടൊപ്പം ചേരുമെന്നും രാഘവ് ചദ്ദയുടെ നേതൃത്വത്തിലുള്ള സംഘം അറിയിച്ചിരുന്നു. തൊട്ടു പിന്നാലെ ഈ മൂവർ സംഘം അടക്കം 7 എംപിമാർ BJP-യിൽ ചേരുന്നു. 7 എംപിമാരും BJP-യിൽ ചേരുന്നു അല്ലെങ്കിൽ BJP-യിൽ ലയിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് രാജ്യസഭാ അധ്യക്ഷന് കത്ത് നൽകുകയായിരുന്നു. അതായത് ഭരണഘടനയുടെ 10-ാം വകുപ്പ് പ്രകാരം ഇത്തരത്തിൽ ഒരു ലോക്സഭയിലോ രാജ്യസഭയിലോ ഉള്ള ഒരു പാർട്ടിയുടെ മൊത്തം അംഗബലത്തിൻ്റെ 2 പേരും പാർട്ടി വിട്ടാൽ അവിടെ കൂറുമാറ്റ നിരോധന നിയമം പ്രാബല്യത്തിലുണ്ടാവില്ല എന്ന ഒരു വകുപ്പുണ്ട്. അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ കൂറുമാറ്റ നിരോധനമടക്കം അയോഗ്യതയിലേക്ക് കാര്യങ്ങൾ പോകില്ല. മുഴുവൻ എംപിമാരും മറ്റൊരു പാർട്ടിയുടെ ഭാഗമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ 10 എംപിമാരാണ് രാജ്യസഭയിൽ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. ഈ 10 എംപിമാരിൽ 7 പേരും ഇന്നലെ BJP-യിലേക്ക് വന്നു. വലിയ സ്വീകരണമാണ് BJP ഇവർക്ക് നൽകിയത്. ഈ 7 എംപിമാർ സ്വാതി മല്ലിവാളും ഹർഭജൻ സിംഗും രാഘവ് ചദ്ദയും അടക്കമുള്ള പ്രശസ്തരായ എംപിമാരാണ്, രാജ്യസഭാ എംപിമാരാണ് ഇങ്ങനെ ഇത്തരത്തിൽ BJP-യിലേക്ക് വന്നത്. BJP-യെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭയിൽ അതൊരു വലിയ നേട്ടമായി മാറുകയായിരുന്നു.